ആ ചെക്കൻ വരുന്നുണ്ട് ചാടി കളിച്ച്. എന്തിനാണ് അവള് ഒരുക്കാണാവോ? ഓനെ കുട്ടികളുടെ പോലെയാണ്. നിങ്ങൾ ഞാനോട് ഒന്നും പറയാൻ നിൽക്കണ്ട. ഞാനെന്താ പറയണേ? ഞാൻ കാര്യം പറഞ്ഞല്ലേ. ഇയാള് കാര്യം പറയണ്ട, തമാശയും പറയണ്ട, മുണ്ടാതിരുന്നോളൂ. കുഞ്ഞിരാട്ടാ, ശാന്തേച്ചി, ഇക്കൊരു കാര്യം പറയാനുണ്ട്. കാര്യം എന്താന്ന് വെച്ചാല് നിങ്ങൾ മിമിക്രി ചെയ്യുന്നത് ഇവിടെ എല്ലായിടത്തും പാട്ട് കേൾക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് കേക്കണം. അതിനാണിപ്പോ ആളെ പേടിപ്പിച്ച്. നിക്കുളിന്നൊന്ന് കാണിച്ചു കൊടുത്തായിരുന്നു. ഞാൻ ആരും പേടിപ്പിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾ മിമിക്രി ഇട്ടാ ഇക്ക് കേക്കായിരുന്നു. ഞാൻ മിമിക്രി എടുക്കാട്ടാ. പിന്നെ പശുക്കുട്ടിയുടെ ശബ്ദം. ആ പഞ്ചിക്കുട്ടിന്റെ സൗണ്ട്. അതിപ്പോ ഞാൻ എടുക്കാട്ടാ. പഞ്ചിന്റെ സൗണ്ട്. ഇത് ചെറിയ വലിയ പൈക്കുട്ടി ഞാൻ വലിയ വലിയ പച്ചില്ല, ചെറിയ പച്ചില്ല കേട്ടാ. അടുത്തത് ഒരു എരുമ പിന്നെ മതിയടങ്ങിയ എരുമ അവരുടെ ശബ്ദം കേട്ടോട്ടാ. അത് ശ്രദ്ധിക്കാതെ പറയുന്നു. ആരുടെ കേക്കണോ? ഈ പോത്തിന്റെ ശബ്ദം എരുമി പോത്ത് ഒന്നല്ലേ? അല്ലല്ല, എരുമ വേറെ പോത്ത് വേറെ. പോത്തിന്റെ എടുക്കട്ടാ. പോത്തിന്റെ എടുക്കാണ്. പിന്നെ എരുമേനെ കാണാൻ വേണ്ടിയുള്ള പോത്ത് നിൽക്കുക. അപ്പൊ ആ സമയത്ത് പോത്തുള്ള ശബ്ദം കേട്ടാ. ഇനി വേറെ ഞാൻ അങ്ങനെ പറയില്ല. നിങ്ങൾ ഓരോന്നും എടുത്തോളി. അങ്ങനെ പറയുമ്പോ ഞാൻ വയ്യാതെ ഇരിക്കണേ. അപ്പൊ നാളെ ഞാൻ വിളിക്കണ പറയാട്ടോ. ഇനിയിപ്പോ ഒരു പിന്നെ പൂച്ച കറിയണേ. ചെറിയ പൂച്ച കേട്ടാ. ചെറിയ പൂച്ച മനസ്സിലായി. ആൾക്ക് വിചാരിക്കും വേറെ എന്തോ ആള്. അപ്പൊ അത് കാരണം കൊണ്ടാണ് കേട്ടാ. അടുത്ത പൂച്ച കഴിഞ്ഞ പൂച്ചകളുടെ കടികൾ കൂടുതൽ. പൂച്ചകളെ കടി കൂടുതൽ. ഞാൻ കടി കൊണ്ടുവരും. അല്ലേ കടിക്കും ഞാൻ പറയണേ. പിന്നെ ഞാനേ പൂച്ചകളെ കടി കൂടുന്ന ശബ്ദം ഉണ്ടാക്കണം. സൂപ്പർ. ഇനി അടുത്ത് കഴിഞ്ഞാ നായ കുറയ്ക്കണേ. ഒരാൾക്ക് ഇങ്ങനെ പോകണമെങ്കിൽ നായ കുറയ്ക്ക. ഞാൻ അടുത്തടുത്ത് വരുന്നോടത്തോളം അങ്ങനെ നായ്ക്കൾ തമ്മിൽ കടി കൊണ്ട്. ഈ നായും പൂച്ച അല്ലാതെ വേറെ ഒന്നും ഇല്ല എഴുത്ത്. ഇതെന്തേ ഇതെന്താ ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടിട്ട് വേറെ ഒന്നും ഇല്ലേ? ഈ നടന്മാരതൊന്നും അറിയില്ല. നടന്മാരൊന്നും വേണ്ട, അതൊക്കെ അറിയില്ല. പിന്നെ ഇപ്പൊ എന്താ പോയി. അപ്പൊ ഇടയ്ക്ക് ഇടയെ കൊള്ളിയിട്ട് കാരണം കൂടി ഞങ്ങള് കടി പോകുന്നത് കേട്ടോ. ശരിക്കും നായ ഇപ്പൊ നായിന്റെ കച്ചല് അതൊന്ന് കൊടുത്താണ്. കൊടുക്കേ. അപ്പൊ അതും എടുക്കട്ടെ. വേണ്ട ഇപ്പൊ ഇപ്പൊ കച്ചല് മുകളിൽ ഇട്ടിട്ടുണ്ടല്ലോ മൂങ്ങ. അത് അത് കഴിഞ്ഞ കൊക്ക് ആ വരുമ്പത്തെ ഒരു കൊക്ക് ഇരിക്കാം. അത് ഞാൻ പോകുമ്പോ കൊക്ക്
കഴിഞ്ഞ ഇനി വേറെ വേറെ ഇനിയിപ്പോ നീ പഠിച്ചിട്ട് വേണ്ടി വരൂല്ലേ ആ എന്നാ നീ പഠിക്കണ്ട എന്നാ പഠിച്ചിട്ടില്ല, വേറെ പഠിച്ച ഇരിക്കുന്നുണ്ട്, അതിപ്പോ ഓർമ്മ കിട്ടണില്ല. ആ എന്നാ നീ നിങ്ങളെ ഓർമ്മ വരുമ്പോ എടുത്താൽ മതിക്കേ കൊറേ പണിയുണ്ട്. പണിയുണ്ടാ? ആ, എന്നാ ഇനി പിന്നെ എടുക്കാം കേട്ടാ. എന്നാ ആയിക്കോട്ടെ. എന്നാ ഞാൻ പോരട്ടാ, ഒക്കെ പണിയുണ്ട്. ആ കുഞ്ഞാപ്പോ ഇവിടുന്ന് വന്നാ